ഹലോ, വെൽക്കം ടു ഐഫ. നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത് ഹിസ്റ്ററിയുടെ കട്ട് ഓഫ് അനാലിസിസ് ആണ്. നമുക്കറിയാം, നമ്മുടെ എക്സാം കഴിഞ്ഞു. ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ പേരും ചിന്തിക്കുന്നത് നമ്മുടെ എക്സാം ക്വാളിഫൈ ചെയ്യാൻ എത്ര കട്ട് ഓഫ് മാർക്ക് വേണ്ടി വരും എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു സെഷനിൽ കട്ട് ഓഫിന്റെ ഒരു പ്രഡിക്ഷൻ അല്ല, ലാസ്റ്റ് കുറച്ച് ടേമുകളിൽ നമ്മുടെ ഹിസ്റ്ററിയുടെ കട്ട് ഓഫ് നമ്മൾ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര മാർക്കാണ് നമുക്ക് വേണ്ടിയിട്ടുള്ളത്, കട്ട് ഓഫ് എത്രയാണ് എന്നുള്ളതിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ ഒരുപാട് ഘടകങ്ങൾ അതിൽ നിർണ്ണയിക്കപ്പെടുന്നതാണ്. കാരണം നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എൻട്രി ഇതുവരെ ആ ഒരു ഒഫീഷ്യൽ ഡാറ്റ പുറത്തു വിട്ടിട്ടില്ല. കാരണം എത്രത്തോളം സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, അപ്പിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്, അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് എക്സാം, നമ്മുടെ കാറ്റഗറി ഏതാണ്, ഇതൊക്കെ നമുക്ക് കട്ട് ഓഫ് നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ട മാർക്ക് എത്രയാണ് എന്ന് നിർണ്ണയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു കട്ട് ഓഫ് അനാലിസിസ് നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ പ്രിപ്പറേഷനിൽ നമ്മൾ എത്ര മാർക്ക് കണ്ട് പഠിക്കണം, എത്ര മാർക്കാണ് നമ്മൾ എയിം ചെയ്യേണ്ടത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു റഫ് ഐഡിയ തരാൻ ഈ ഒരു കട്ട് ഓഫ് അനാലിസിസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. നമുക്കറിയാം, ഹിസ്റ്ററിയിൽ മുന്നേ ഉള്ള ഒരു 2022 2023 ജൂൺ ആ ഒരു സമയത്തൊക്കെ 2 ഷിഫ്റ്റുകളിലായിട്ടാണ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. ഒരു 2 ഷിഫ്റ്റുകളിലായിട്ട് എക്സാം നടക്കുന്ന സമയത്ത് നമുക്ക് കട്ട് ഓഫിന്റെ കറക്റ്റ് മാർക്ക് അവൈലബിൾ ആയിരിക്കില്ല, പെർസെൻറ്റേജ് സ്കോർ ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. എന്നാൽ ഒരു ഷിഫ്റ്റ് ആയിട്ട് എക്സാം നടക്കുന്ന സമയത്ത് നമുക്ക് മാർക്ക് അവൈലബിൾ ആയിരിക്കും. അങ്ങനെ കട്ട് ഓഫിന്റെ മാർക്ക് അവൈലബിൾ ആയിട്ടുള്ള ടേമുകളിലെ ഓരോ ഇപ്പൊ JRF, നെറ്റ്, PhD ക്വാളിഫൈ ചെയ്യേണ്ട കട്ട് ഓഫ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രധാനമായിട്ടും 2025 ജൂണ്, 2024 ഡിസംബർ, 2023 ഡിസംബറിലെ കട്ട് ഓഫുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് JRF, നെറ്റ്, PhD എലിജിബിൾ ആവാൻ ക്വാളിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നെറ്റ് എക്സാമിൽ എത്ര മാർക്ക് സ്കോർ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ 2025 ജൂണിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, 2025 ജൂൺ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ട് ഒന്നുകൂടി കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. ആ ഒരു എക്സാമിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ഡിസംബർ 2025 എക്സാം കുറച്ചുകൂടി മോഡറേറ്റ് ലെവൽ ആയിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ഒരുപാട് ഫെമിലിയർ ആയിട്ടുള്ള, ഡയറക്റ്റ് ആയിട്ടുള്ള, ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമുക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ 2025 ഡിസംബർ എക്സാം നമുക്ക് കുറച്ചുകൂടി മോഡറേറ്റ് ലെവൽ ആയിരുന്നു എന്നുള്ളതാണ്. നമ്മൾ 2025 ജൂണിലെ കട്ട് ഓഫിലേക്ക് പോവുകയാണെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ജനറൽ കാറ്റഗറിയിലുള്ള ഒരു സ്റ്റുഡന്റിന് വേണ്ടിയിട്ടുണ്ടായിരുന്നത് 180 മാർക്കാണ്. നെറ്റിന് അൺറിസർവ്ഡ് കാറ്റഗറിക്ക് 162ഉം PhD ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട് 142 മാർക്കുമാണ് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. OBC കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ 172 ആയിരുന്നു JRFന് വേണ്ടിയിട്ടുള്ള മാർക്ക്, 150 നെറ്റിനും PhDക്ക് 132 ആയിരുന്നു. അതുപോലെ EWS കാറ്റഗറിയിലേക്ക് വരികയാണെങ്കിൽ 174 JRFനും 150 നെറ്റിനും 130 മാർക്കായിരുന്നു PhD ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ടുണ്ടായിരുന്നത്. SC/ST വരുമ്പോൾ SC കാറ്റഗറിക്ക് JRFന് 164, ST കാറ്റഗറിക്ക് 160 എന്നുള്ള രീതിയിലാണ്. നെറ്റിലേക്ക് വരികയാണെങ്കിൽ SC കാറ്റഗറിയിലുള്ള ഒരു സ്റ്റുഡന്റിന് നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 140 മാർക്കും PhD എലിജിബിലിറ്റി നേടുന്നതിന് വേണ്ടിയിട്ട് 126 മാർക്കും ആയിരുന്നു എന്നുള്ളതാണ്. ഇനി ഡിസംബർ 2024 എക്സാമിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഒന്നുകൂടി നമ്മൾ ഡിസംബർ 2025 ആ ഒരു ലെവലിൽ വരുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ള ഈസി ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു, ഈസി ലെവൽ എക്സാം ആയിരുന്നു 2024 ഡിസംബർ എന്ന് പറയുന്നത്. അതിൽ കട്ട് ഓഫും അത്യാവശ്യം, ഇപ്പോൾ നമ്മൾ 2025 ജൂൺ നോക്കുകയാണെങ്കിൽ JRF ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 180 മാർക്കാണ് ഒരു അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ള ആൾക്ക്, 180ഉം OBC കാറ്റഗറിയിലുള്ള ഒരു സ്റ്റുഡന്റിന് 172 ആയിരുന്നു 2025 ജൂണില്. തൊട്ട് മുന്നേ ഉള്ള 2024 ഡിസംബർ എക്സാമിന് 206 മാർക്ക് വേണമായിരുന്നു JRF ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ജനറൽ കാറ്റഗറിയിലുള്ള ഒരാൾക്ക്. OBC കാറ്റഗറിക്ക് 196. അവിടെ ഒരുപാട് വ്യത്യാസം വരുന്നുണ്ട് അല്ലെ, കട്ട് ഓഫിൽ അത്യാവശ്യം നമുക്ക് ഡിഫറൻസ് വരുന്നുണ്ട്. കാരണം ഡിസംബർ 2024 എക്സാം നമുക്ക് അത്യാവശ്യം എളുപ്പവും, ജൂൺ 2025 എക്സാം വന്നിട്ട് നമുക്ക് അത്യാവശ്യം ഒരു ഡിഫിക്കൽട്ടി, മോഡറേറ്റ് ടു ഡിഫിക്കൽട്ട് എന്നുള്ള രീതിയിലായിരുന്നു നമുക്ക് 2025 ജൂൺ എക്സാം ഉണ്ടായിട്ടുള്ളത്. 2023 ഡിസംബറിലും ഏകദേശം ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ അല്ലെ. JRF വാങ്ങാൻ വേണ്ടിയിട്ട് അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ള ഒരു സ്റ്റുഡന്റിന് 2024 ഡിസംബറിൽ
206 2023 ഡിസംബറിൽ 204 എന്നുള്ള രീതിയിലാണ്. അതുപോലെ OBC കാറ്റഗറിയിലുള്ള ഒരാൾക്ക് JRF വാങ്ങുന്നതിനുള്ള മാർക്കിലും വലിയ വ്യത്യാസമൊന്നുമില്ല. 2024 ഡിസംബറിൽ 196 2023 ഡിസംബറിൽ 194 ആയിരുന്നു. ഇവിടെ 2024 ജൂണിൽ നമ്മൾ കൊടുത്തിട്ടില്ല. അത് 2 ഷിഫ്റ്റുകളിലായിട്ട് എക്സാം നടന്നതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് മാർക്ക് ഇവിടെ അവൈലബിൾ അല്ല. ഇവിടെ പെർസെന്റേജ് സ്കോറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി നമ്മുടെ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ 2025 ഡിസംബർ എക്സാമിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ഒരു 2024 ഡിസംബറിലെയും 2023 ഡിസംബറിലെയും ഈ ഒരു ലെവലിലായിരിക്കും നമുക്ക് ഏകദേശം കട്ട് ഓഫ് വരിക എന്നുള്ളതാണ്. ഏകദേശം ഒരു 200 204 200 എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് ഏകദേശം ജനറൽ കാറ്റഗറിയിലുള്ള ഒരാൾക്ക് കട്ട് ഓഫ് വരുന്നുണ്ടാവുക. OBC കാറ്റഗറിയിലുള്ള ഒരാൾക്ക് 196 194 ആ ഒരു റേഞ്ചിലായിരിക്കും നമുക്ക് ഏകദേശം ഈ ഒരു 2025 ഡിസംബറിലെ കട്ട് ഓഫ് വരുന്നുണ്ടാവുക. കാരണം നമുക്ക് ഡിസംബർ 2024 അല്ലെങ്കിൽ അത്രയും എളുപ്പമല്ലെങ്കിലും ഒരു മോഡറേറ്റ് ലെവൽ എക്സാം ആണ് നമുക്ക് റീസെന്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള എക്സാമിന്റെ എന്ന് പറയുന്നത്. നമ്മൾ ലാസ്റ്റ് 3 ടേമുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞു പോയിട്ടുള്ള 2025 ജൂൺ 2024 ഡിസംബർ 2023 ഡിസംബർ നമുക്ക് മാർക്ക് കട്ട് ഓഫ് മാർക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ടേമുകളിലെ കട്ട് ഓഫ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ ഏകദേശം നമുക്ക് ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള എക്സാം മോഡറേറ്റ് ലെവൽ ആയിരുന്നു എന്നും നമുക്ക് ഏകദേശം ഒരു 200 204 ആ ഒരു ലെവലിലായിരിക്കും അൺറിസർവ്ഡ് കാറ്റഗറിയിലെ JRFന്റെ കട്ട് ഓഫ്. അതുപോലെ ഒരു 170 to 180 എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് നെറ്റിന്റെ കട്ട് ഓഫ് എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. ആൻഡ് നമുക്ക് ഒരു ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ഒക്കെ ആയിരിക്കും നമുക്ക് മിക്കവാറും റിസൾട്ട് വരുന്നുണ്ടാവുക. ഈ ഒരു സെഷനിൽ നമ്മൾ ഫ്യൂച്ചർ പ്രിപ്പറേഷനിലേക്ക് നമ്മൾ ഏത് കട്ട് ഓഫ് വിചാരിച്ച് പഠിക്കണം, ഏത് മാർക്ക് എയിം ചെയ്ത് പഠിക്കണം എന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു റഫ് ഐഡിയ തരാ എന്നുള്ള രീതിയിലാണ് ഈ ഒരു സെഷൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ലാസ്റ്റ് 3 ടേമുകളിലെ കട്ട് ഓഫ് നമ്മൾ അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്